ഹായ്, നമസ്കാരം. കാര്യത്തിക്കിളിക്കൂട് എന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധി ഇൻസ്പെക്ടറെ കൂട്ടിക്കൊണ്ട് സുനന്ദയുടെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ഇൻസ്പെക്ടർ സുനന്ദയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുനന്ദയുടെ അച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കാരണം സുനന്ദയുടെ അച്ഛൻ കള്ളൊപ്പിട്ടാണ് സുനന്ദയുടെ പരാതി എന്ന പേരിൽ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുനന്ദയുടെ അച്ഛനെ പോലീസുകാർ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അവിടെ നിർത്തി നമ്മുടെ എസ് ഐ ചോദിക്കുകയാണ്, താൻ്റെ അച്ഛനല്ലേ വിവാഹപ്രായമെത്തിയ ഒരു മോളുടെ കള്ളൊപ്പിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അത് സാറേ ഞാൻ പറയാം, തനിക്ക് നാണമില്ലടോ ഒരു കള്ളപ്പരാതി കൊടുക്കാൻ, വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വരട്ടുകയാണ്. തന്നെ ജയിലിൽ കിടത്താനുള്ള വകുപ്പുണ്ട്, താൻ പോലീസിനെ കബളിപ്പിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ അച്ഛനെ എസ് ഐ വരട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സുഭാഷ് പറയും, വേണ്ട സാറേ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. എന്തിനാണോ ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്നത്, ഇവനെയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം ജയിലിടണമെന്ന് പറയും. അത് സാറേ എന്നെ ഇവൻ വീട്ടിൽ കയറി തല്ലിയെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, സാറേ എൻ്റെ ചേട്ടനെ വീട്ടിൽ കയറി തല്ലിയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് പറയും. മതി ഇനി അതിൻ്റെ പേര് സംസാരമൊന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ഇനി മേലെ ഇതിൻ്റെ പേരിൽ ഒരു പരാതി ഇവിടെ കിട്ടരുത്. ഇനി നിങ്ങൾക്ക് എതിരെ മകൾ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടിയെ വീട്ടിൽ ചെന്ന് ഉപദ്രവിക്കാനോ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി ഞാനായിരിക്കും പരാതി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വരട്ടി നമ്മുടെ എസ് ഐ നമ്മുടെ സുനന്ദയുടെ അച്ഛനെ പറഞ്ഞു വിടുകയാണ്. അപ്പം നമ്മുടെ എസ് ഐ പറയുകയാണ്, ഇവിടെ ആളൊരു ബുദ്ധിമതിയാണ്, ഈ കുട്ടിയുടെ ബുദ്ധിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കള്ളക്കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായത്. ഇതുപോലൊരു കുട്ടി വീട്ടിലുള്ളത് വളരെ നല്ലതാണെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷമാവും. കാരണം സുധീഷിൻ്റെ വൈഫാണല്ലോ. അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് നിധി പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ നികേഷ് പറയും, ഏട്ടത്തി ഉള്ളതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചതെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, ശരിയാ, മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഞങ്ങളെ ആരും വരത്തില്ല രക്ഷിക്കാൻ, എല്ലാവരും നോക്കി ഇന്ന് ചിരിക്കത്തേ ഉള്ളതെന്ന് പറയും. അത് സുഭാഷ് ഏട്ടാ, തക്ക സമയത്ത് സുനന്ദ സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാനായതെന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും, അവളല്ലേ ഈ പ്രശ്നത്തിനെല്ലാം കാരണം, അവൾ വീട്ടിലോട്ട് വന്നില്ലായിരുന്നു ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ, അവളുടെ അച്ഛനല്ലേ എൻ്റെ സുഭാഷ് ഏട്ടനെ അടിച്ചതെന്ന് പറയും. അപ്പം നമ്മുടെ നികേഷ് പറയും, ഈ 19ാമത്തെ വയസ്സിൽ അവളെന്നെ ജയിലിൽ കയറ്റി, ഞാനവളെ വെറുതെ വിടത്തില്ല, അവളെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് എൻ്റെ സുഭാഷ് ഏട്ടനെ അടിച്ചു, ഇത് ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് പറയും. അപ്പം എന്തുവരുന്നു, നിധിയാണ് ഇന്നത്തെ താരം, നിധി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും രക്ഷപ്പെടാനായെന്ന് പറയും. മതി ഇനി അതിൻ്റെ പേരിൽ വഴക്കും ബഹളം ഒന്നും വേണ്ട, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണം, ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരണം, ഇനി അതിൻ്റെ പേരിൽ ഒരു സംസാരമോ വഴക്കോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓ ശരി ഉത്തരവ് എന്ന് നമ്മുടെ നികേഷ് പറയും. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നിധി വീട്ടിലോട്ട് വരികയാണ്. അതുവരെയുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം മാറി നല്ല സന്തോഷമായിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുനന്ദ റൂമിലിരുന്ന് ഇങ്ങനെ കരയാണ്. സുനന്ദയുടെ പെണ്ണ് കാണലാണല്ലോ. അങ്ങനെ ചെറുക്കനും കൂട്ടരും എല്ലാം വരാനായിട്ട് റെഡിയാകുമ്പോൾ എല്ലാവരും റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും മാമനും കൂടി റൂമിലോട്ട് വരും. സുനന്ദയുടെ അച്ഛൻ സുനന്ദ ഒരുപാട് വഴക്ക് പറയും. അതെ, നിനക്ക് നാണം കൊണ്ടുകൂടി നീ എന്തൊക്കെയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലേ ഞാൻ കണ്ടത്, നിനക്ക് വേണ്ടി അല്ലേടി ഞാൻ മറ്റൊരു നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്, എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി, നിനക്കൊരു നല്ല കല്യാണ ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിതെല്ലാം നോക്കുന്നത്, അത് കണ്ടോടി നിന്നോട് എന്ത് സ്നേഹമുള്ളതുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആ മനുഷ്യനെ നീ വിഷമിപ്പിച്ചല്ലോടി എന്ന് വെച്ചുകൊണ്ട് സുനന്ദയുടെ അമ്മ എടുത്തിട്ട് സുനന്ദയെ അങ്ങ് തല്ലുവാണ്. അപ്പോൾ എന്നെ അടിക്കല്ലേ അമ്മേ, നിന്നെ അടിക്കല്ലേ എന്നോ, നിന്നെ തല്ലിയല്ല വേണ്ടത്, നിന്നെ തല്ലി കൊല്ലുകയോ വേണ്ടതെന്ന് പറയും. എന്നിട്ട് പറയും, ഇപ്പം നീ പോലീസുകാരെ മുമ്പ് വെച്ച് നിൻ്റെ അച്ഛനെ നാണം കെടുത്തി, ഇനി ചെറുക്കൻ കൂട്ടർ മുമ്പ് വെച്ച് നിനക്കത് ചെയ്യണോ, പിന്നെ നീ ഞങ്ങളെ രണ്ടുപേരെയും ജീവനോടെ കാണത്തില്ലെന്ന് പറയും, ഞങ്ങളുടെ മരണത്തിന് ശേഷം നീ അവനുമായിട്ട് ഒരുമിച്ച് ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടി പുറത്തോട്ട് പോവുകയാണ്. ലളിത തിരിച്ചു വന്നിട്ട് പറയും, ചെറുക്കനും കൂട്ടുകാരും ഇപ്പോൾ വരും, നീ പെട്ടെന്ന് റെഡിയായിരിക്കണം, ഈ തൂങ്ങിയ മുഖമൊക്കെ മാറ്റി നല്ല ചിരിച്ചിട്ട് വേണം അങ്ങോട്ട് വരാനെന്ന് പറയും. നമ്മുടെ സുനന്ദ പിന്നെ ഇരുന്ന് കരയാണ്. അങ്ങനെ ചെറുക്കനും കൂട്ടുകാരും ഒക്കെ വരുമ്പോഴത്തേക്ക് സുനന്ദ ചായയായിട്ട് വരാൻ പറയുമ്പം ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്താ മോളെന്താ ഒരു തെളിച്ചമില്ലാതെ നിൽക്കുന്നത്, അത് അവൾക്കിപ്പോൾ കല്യാണം വേണ്ട, കുറച്ചിട്ട് പഠിക്കണമെന്നൊക്കെ പറയുന്നു, അതിനെന്താ കല്യാണത്തിന് ശേഷം പഠിക്കാമല്ലോ, വാ മോളെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തും. അപ്പോൾ സുനന്ദയുടെ അച്ഛൻ അവൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം പഠിക്കാമല്ലോ, അതിനെന്താ പ്രശ്നം, അങ്ങനെ ചെറുക്കൻ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്, അപ്പോൾ എല്ലാത്തിനും വളരെ വിരളമായി മാത്രമാണ് നമ്മുടെ സുനന്ദ മറുപടി പറയുന്നത്. അങ്ങനെ ചെറുക്കനും കൂട്ടരും തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ്
സാന്ദ്രയെ കാണാനായിട്ട് കോഫി ഷോപ്പിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കോഫി ഷോപ്പിനടുത്ത് നിന്നിട്ട് സുധീഷ് പറയും, ആ സാന്ദ്രേട്ടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലയാട്ടും. അപ്പോഴത്തേക്ക് സുധീഷ് പറയും, നിധി പോയി ഏട്ടത്തിയോട് സംസാരിക്കാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കോഫി ഷോപ്പിലോട്ട് ചെല്ലുമ്പോൾ 2 കോഫി, ഏട്ടത്തി ഇത് നിനക്കൂടി വേണ്ടി ഞാൻ കോഫി ഓർഡർ ചെയ്തിരുന്നതാന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കോഫിയെ കുറിച്ച് സംസാരിക്കും. എന്നാലും എൻ്റെ മോളെ, നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് നീ എന്താ ഒരു കാര്യം എന്നോട് പറയാഞ്ഞെന്നൊക്കെ ചോദിക്കും. അത് ഏട്ടത്തി അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, അതാണെന്നൊക്കെ പറയും. സുധീഷ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, എന്തുവായിരുന്നു, എന്നോട് ക്ഷമിക്കണം മോളെ, അന്നത്തെ സാഹചര്യത്തിൽ ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല. നിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നിൻ്റെ അച്ഛൻ തരുമെന്ന് കരുതി നിന്നെ ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ചത്. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നിൻ്റെ മുമ്പിലിട്ട് സർട്ടിഫിക്കറ്റ് കത്തിച്ചോളാമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞതല്ല, ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല, എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ഷമയൊക്കെ നമ്മുടെ സാന്ദ്ര നിധിയുടെ കൈ പിടിച്ച് പറയും. സാരമില്ല ഏട്ടത്തി, എന്നാലും ഈ വിവാഹം നിങ്ങൾ രജിസ്റ്റർ ചെയ്തോന്ന് ചോദിക്കും. ഏട്ടത്തി എന്തായി പറഞ്ഞത്, ഞാൻ സുധീഷിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചൊന്നുമല്ല. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് സൂര്യ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് സുധീഷ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ ഞാൻ രക്ഷപ്പെടുന്ന സമയത്ത് ഞങ്ങളെ എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ വണ്ടി വെച്ച് അവനെ ഫോൺ ചെയ്തു. അതിനുശേഷം അവൻ്റെ കുറേ ഗുണ്ടകളുമായിട്ട് ഞങ്ങളെ പുറകെ പിടിക്കാൻ വന്ന് ആ സമയത്ത് ഓടി സ്റ്റേഷനിൽ കയറിയപ്പം അവിടെ വെച്ച കല്യാണം നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു എന്ന് പറയും. ആ ചോദിക്കും, ദൈവമേ, എന്നിട്ട് നീ ഇതൊന്നും എന്താ ഞങ്ങളുടെ അടുത്ത് പറയാഞ്ഞ്? അത് പറയാനൊരു അവസരം തരേണ്ടായോ ഏട്ടത്തി, എന്നെ പറയാൻ ആരും ഒന്നും അനുവദിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന വിവാഹമില്ലേ, നിങ്ങൾ ഒഫീഷ്യലായിട്ട് രജിസ്റ്ററും ചെയ്തു. എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹബന്ധം വേർപെടുത്താം. അതിനുശേഷം നിനക്ക് വേറെ ജോലിക്ക് ശ്രമിക്കാം. പിന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റും പാൻ കാർഡും ആധാറും എല്ലാം ഏട്ടത്തി എങ്ങനെയെങ്കിലും എടുത്തു തരാം എന്നൊക്കെ പറയും. ശരി ഏട്ടത്തി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നിധിനെ വിഷമിച്ചിരിക്കുകയാണ് വിവാഹബന്ധമൊക്കെ വേർപെടുത്തുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അവർ രണ്ടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.